അങ്ങനെ ഭഗവാനോട് വെച്ചു. എന്താ സംഭവിച്ചാൽ എത്രയും ഗുണങ്ങൾ ഈ ലോകത്തുള്ള ജനങ്ങൾക്ക് ഈ കലിയുഗത്തിൽ വേണ്ട പ്രധാന ദേവൻ ഇതാണ്, ഗുരുവായൂരപ്പനാണ് എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം മാറിയത്. അപ്പോൾ ഇത് ഭഗവാൻ ഈ പ്രാർത്ഥന കേട്ടിട്ട് ഒരു ദിവസം പരീക്ഷണാർത്ഥം ഈ ഭഗവാൻ അങ്ങോട്ട് പോയി. എങ്ങോട്ട്? മമ്മിയൂരേക്ക്. മന്ത്രങ്ങൾ പഞ്ചാക്ഷരി മന്ത്രവും ഉണ്ട്, അഷ്ടാക്ഷരി മന്ത്രവും ഉണ്ട്. ഇതിലേത് മന്ത്രത്തിനാണ് കൂടുതൽ ശക്തിയുള്ളത്? ജപിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഉപാസകന് കൂടുതൽ പ്രയോജനങ്ങൾ ഉണ്ടാവുക? ഇതിൽ നമുക്ക് ഇപ്പോൾ പഞ്ചാക്ഷരീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പഞ്ചാക്ഷരിക്ക് ഒരു പവറാണ്. പഞ്ചാക്ഷരി എന്ന് പറഞ്ഞാൽ നമുക്ക് ധൈര്യം, വീര്യം അത് കിട്ടാനാണ് പഞ്ചാക്ഷരി ജപിക്കുന്നത്. അഷ്ടാക്ഷരി എന്ന് പറഞ്ഞാൽ നമുക്ക് മോക്ഷം, നമ്മളെ സുഹൃതം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളെ ദുരിതം ഹനത്തിനാണ് ഈ നമോ നാരായണ എന്നുള്ള മേഡം പറഞ്ഞ മന്ത്രം ജപിക്കുന്നത്. ഇതിൽ രണ്ട് പവർ തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടി നമുക്ക് വേണ്ടത് അഷ്ടാക്ഷരിയാണ്. കൂടുതൽ നമുക്ക് ജീവിതത്തിൽ വേണ്ടത് അതാണ്. ഈ മേഡം ശ്രദ്ധിച്ചിട്ട് അറിയില്ല, ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അതായത് ഗുരുവായൂർ ഇന്നറിയാത്തൊരു ചരിത്രമുണ്ട്. മുമ്പ് കാലത്ത് സംഭവിച്ചത്, അതായത് ഭഗവാൻ അവിടെ ഗുരുവായും കൂടി പ്രതിഷ്ഠിക്കായിരുന്നല്ലോ ഭഗവാനെ. അപ്പോൾ അവിടെ പ്രതിഷ്ഠ, അതായത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് ശിവഭഗവാനായിരുന്നു. അപ്പം ശിവഭഗവാൻ പറഞ്ഞെന്താ വെച്ചാൽ ഞാൻ അങ്ങോട്ട് മാറിയിരുന്നോളാം. അങ്ങനെയാണ് അദ്ദേഹം പിന്നെ ഇവിടേക്ക് മാറിയിരുന്നത്, ഇത് മമ്മിയൂരേക്ക്. അങ്ങനെ ഭഗവാനോട് വെച്ചു. എന്താ സംഭവിച്ചാൽ എത്രയും ഗുണങ്ങൾ ഈ ലോകത്തുള്ള ജനങ്ങൾക്ക് ഈ കലിയുഗത്തിൽ വേണ്ട പ്രധാന ദേവൻ ഇതാണ്, ഗുരുവായൂരപ്പനാണ് എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം മാറിയത്. അതാണ് അതിന്റെ പ്രത്യേകത. സാർ തന്നെ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ഗുരുവായൂർ തൊഴാൻ വരുമ്പോൾ മമ്മിയൂർ പോയി ആദ്യം ഭഗവാനെ തൊഴുതിട്ടാണ് ഗുരുവായൂർ. അതെ. അല്ല, അത് ഇതാണ് കാരണം. ഇദ്ദേഹം മാറിയിരുന്നു, ഇദ്ദേഹത്തിന്റെ ആയിരുന്നു ആ സ്ഥലം. ഇപ്പൊ ഗുരുവായൂരപ്പൻ ഇരിക്കുന്ന സ്ഥലത്ത് ആദ്യം ശിവഭഗവാനായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താ, ഇവിടെ ഇരുന്നോട്ട്, ഞാൻ മാറിയിരുന്നോളാം. അപ്പൊ അത് ഇദ്ദേഹത്തിന്റെ മഹാമനസ്കതയാണ്. ശിവഭഗവാന്റെ നല്ല മനസ്സിന്റെ ആളാണ്, നല്ല ഇത്. പക്ഷെ അതിൽ പ്രധാനം എന്താ അറിയോ, വന്നാൽ അത്രയും പവർഫുൾ ആളാണ്. അതുകൊണ്ടാണ് അവിടെ ഇരുത്താൻ പറഞ്ഞത്. കാരണം ഗുരുവായൂർ എന്ന ആ ദേശത്തിന് പേര് വരാനും അത്രയും പ്രശസ്തി വരാനും ഒരു കാരണമാണ്. അതായത് ഇതിലൊരു വേറൊരു കാര്യമുണ്ട് മാഡം, ഇതിൽ ആരും അറിഞ്ഞിട്ടില്ല, ഇതിലൊരു കഥയും കൂടി ഉണ്ട്. അതായത് ഗുരുവായൂർ വളരെയേറെ യശസ്, കീർത്തി ഇപ്പോഴല്ല, കുറേ മുമ്പേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മമ്മിയൂർ ഭഗവാന് വലിയൊരു ഇതില്ല, അവിടെ വളരെയേറെ കഷ്ടം, ആരും അങ്ങനെ തൊഴുകാറില്ല, പണ്ടാരം സമർപ്പിക്കാറില്ല, അവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെയേറെ സങ്കടത്തിലാണ്. അപ്പം മമ്മിയൂർ ശരിക്കും തൊഴുകുന്ന ഒരു ഭക്തൻ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയി വന്ന് പറഞ്ഞു, ഭഗവാനെ മമ്മിയൂർ ഒന്ന് ഉയർച്ചയിലാക്കി തരൂ, ഇവിടുത്തെ അതേമാതിരി തന്നെ. അപ്പോൾ ഇത് ഭഗവാൻ ഈ പ്രാർത്ഥന കേട്ടിട്ട് ഒരു ദിവസം പരീക്ഷണാർത്ഥം ഈ ഭഗവാൻ അങ്ങോട്ട് പോയി. എങ്ങോട്ട്? മമ്മിയൂരേക്ക്. അപ്പോൾ ഒരു 12 മണി സമയത്താണ് പോയത്. അപ്പോൾ പോയി ചെന്നത്, അപ്പോൾ ഇവർ കരുതിയെന്താ വെച്ചാൽ ഭഗവാൻ നല്ല രീതിയിലേക്ക് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഭഗവാൻ ചെന്നത് ഒരു ഭിക്ഷക്കാരനായിട്ടാണ്. അതായത് ഒരു മുഷിഞ്ഞ വസ്ത്രത ധരിച്ച ആളായിട്ടാണ് ഈ മമ്മിയൂർ ചെന്നത്. അപ്പോൾ മമ്മിയൂർ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭഗവാന് ചോദിച്ചു, എനിക്ക് ഭക്ഷണം തരണം, വളരെ വിശക്കുണ്ട്. അപ്പോൾ അത് ഇല്ല, ആയിട്ടില്ല എന്ന് പറഞ്ഞു. ആര്? മമ്മിയൂർ. നേരെ തിരിച്ചിങ്ങോട്ട് തന്നെ പോകുന്നു, ഗുരുവായൂരേക്ക് തന്നെ. ഭഗവാൻ തന്നെ വന്നു. ഗുരുവായൂർ വന്നപ്പോൾ ഗുരുവായൂർ അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചു, ഞാൻ അങ്ങനെ വിശന്ന് വളരെ കഷ്ടതയിലാണ്, എനിക്ക് ഭക്ഷണം തരണം പറഞ്ഞു. ഗുരുവായൂരപ്പൻ അവിടെ ഇരിക്കുന്നതല്ലേ തന്നെ, അതിൽ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, അതായത് ഊരായ്മക്കാർ, ക്ഷേത്രത്തിൻ്റെ ആൾക്കാർ പറഞ്ഞു, 200 പറഞ്ഞു. അന്നേരം ഭക്ഷണം കൊടുത്തു. അതാണ് ഗുരുവായൂർ മമ്മിയൂർ തമ്മിലുള്ള വ്യത്യാസം. അന്നദാനത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നു ഇപ്പോഴും ഗുരുവായൂർ. എത്ര ജനങ്ങൾ വന്നാൽ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. മമ്മിയൂർ അന്നദാനം ഇല്ല എന്നല്ല, അതിനൊക്കെ ഒരു പരിധി ഉണ്ട്, എന്നുമില്ല. അപ്പോൾ ഈ അന്നദാനാണ് അവിടെ ഏറ്റവും വലിയ കീർത്തി വരുന്നത്. ഭഗവാന്റെ പ്രസാദം കഴിക്കുക, ഇത്ര വലിയ പണക്കാരായില്ല, അതിന് വരി നിൽക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എന്താ അറിയോ, ഈ അഷ്ടാക്ഷരി എന്ന് പറഞ്ഞ സംഭവം പ്രാധാന്യം വരുന്നത് അതുകൊണ്ടാണ്. നമുക്ക് ഭഗവാന്റെ ആ നാമത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ വരുന്നത്. നമുക്ക് ജീവിതത്തിൽ പല സംഭവങ്ങളുണ്ടാവുമല്ലോ, കഷ്ടതകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. മറ്റേത് പഞ്ചാക്ഷരിൻ്റെ പ്രത്യേകം വെച്ചാൽ, പക്ഷെ പഞ്ചാക്ഷരി ഒന്നുകൂടി പവർ വരും. ഓം നമശിവായ എന്നാണല്ലോ പഞ്ചാക്ഷരി. ഓം ഹ്രീം നമശിവായ എന്ന് പറഞ്ഞാൽ അവിടെ ശക്തി കൂടിയെന്നാണ്.
അതായത് ഭഗവാന്റെ ഭാര്യ സമേതാണ് ആ മന്ത്രം. അതാണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ ജപിക്കാൻ ഒരു ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടാവില്ല? അല്ല, ചിട്ടവട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രധാനം എന്താ പറയുക, നമ്മളെ ശരീരശുദ്ധിയാണ്. പിന്നെ ഈ ഓം നമോ നാരായണക്ക് എപ്പോ വേണേ ജപിക്കാം. അതാണ് ബീജാക്ഷരങ്ങളുള്ള മന്ത്രങ്ങൾക്കും ഇതുപോലെ ഉണ്ട്. അത് അതിൽ ചേർക്കുമ്പോൾ ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞാൽ ഈ മന്ത്രത്തിന് ചേരേണ്ടതേ ചേർക്കാൻ പാടുള്ളൂ. അങ്ങനെ വിഷയമുണ്ട്. അപ്പൊ ഈ സാർ പറഞ്ഞതുപോലെ നമ്മൾ അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്? മെയിൻ വിഷയം എന്താ വെച്ചാൽ നമ്മളെ ഒരു മാനസികമായിട്ട് തന്നെ നമ്മൾ നല്ലൊരു ഉയർച്ചയിലേക്ക് വരും. രണ്ടാമത്തത് നമുക്കൊരു എന്താ പറയുക, ഒരു ഉണർവും കാര്യങ്ങളൊക്കെ വന്ന് നമുക്കൊരു പോസിബിലിറ്റി എന്തിനും നേരിടാൻ. മൂന്ന്, നമുക്ക് സങ്കടം വന്നാൽ അത്ര സങ്കടം ഫീൽ ചെയ്യില്ല. കാരണം ഈ മന്ത്രത്തിന്റെ ഒരു പവർ ഉണ്ട്. അതാണ് ഓവർകം ചെയ്യാനുള്ളത്. അതാണ്. അപ്പോൾ പിന്നെ ഈ സ്ഥിരമായിട്ട് ഓം നമോ നാരായണ അഷ്ടാക്ഷരി ജപിക്കുന്ന ഒരാൾ പറയുന്നൊരു വാക്ക് എന്താ അറിയോ, ഭഗവാനെ എന്ത് ദുഃഖം വേണേ തന്നോളൂ, അത് സഹിക്കാനുള്ള ശക്തി എനിക്കുണ്ടാവണം. ഇതാണ് പറയുക. ദുഃഖം തരണ്ടെന്നല്ല പറയുക. ഇത് ജപിച്ച് പവർ വന്നാൽ ആദ്യം പറയുന്ന വാക്ക് ഇതാണ് ഏതൊരു മനുഷ്യനും. അതായത് എന്ത് സങ്കടം ഭഗവാൻ തന്നോളൂ, പക്ഷെ അത് സഹിക്കാനുള്ളൊരു മനസ്സ് എനിക്ക് ഉണ്ടാവണേന്നാ പ്രാർത്ഥിക്കുക. അതാണ് ഭഗവാന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഭഗവാൻ രക്ഷിക്കും, ഭഗവാൻ രക്ഷപ്പെടുത്തും. പക്ഷേ പരീക്ഷണ പെട്ടെന്നൊരാളെ രക്ഷപ്പെടുത്തൂല, പെട്ടെന്നൊരാൾ രക്ഷിക്കൂല. അതായത് ഭഗവാനിൽ അധിഷ്ഠായി ഭഗവാൻ തന്നെ സമർപ്പിക്കുന്നുണ്ട് മനസ്സും ശരീരവും, ഭഗവാൻ എന്നെ ഉറപ്പിക്കുന്നു തോന്നിയാൽ ഭഗവാൻ രക്ഷപ്പെടുത്തും. അത് നിർബന്ധമുള്ള കാര്യമാണ്. അതാണ്. അത് നമ്മൾ തോന്നിക്കണം. ചില ആൾക്കാർ കുറച്ച് ശിവക്ഷേത്രത്തിൽ പോവും, 2 ദിവസം കഴിഞ്ഞ് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോവും, 3-ാമത്തെ ദിവസം അമ്മേൻ്റെ അടുത്ത് പോവും, 4-ാമത്തെ സുബ്രഹ്മണ്യൻ്റെ അടുത്ത് പോവും. ഇതൊക്കെ എന്താ വെച്ചാൽ വിശ്വാസം ഇല്ലാത്തവരാ. ഇവർക്ക് വല്ല കാര്യം നടക്കണമെന്നുള്ളൂ. അതാണ്. ഇപ്പോൾ ജ്യോതിഷപരമായി ഇതിനെ ബന്ധപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വ്യാഴവുമായിട്ട് വ്യാഴദശ കാലമുള്ളവർക്ക് ഈ മന്ത്രം ജപിച്ചാൽ, അഷ്ടാക്ഷരി മന്ത്രം ജപിച്ചാൽ കുറച്ചൊരു പരിഹാരങ്ങളൊക്കെ. അതാണ്. ഇതിൽ എന്താ വെച്ചാൽ, ഇതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പോൾ വ്യാഴദശ കാലത്ത് ജപിക്കാം, വ്യാഴദശയായിട്ട് ബന്ധമുള്ള നക്ഷത്രങ്ങൾക്ക് ജപിക്കാം. പിന്നെ അതൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇതിൽ പറയുന്നത് ഹരിനാമ കീർത്തനം എന്ന് പറഞ്ഞ സംഭവം, ഭഗവാന്റെ തന്നെ ഹരിനാമ കീർത്തനുണ്ട്. ഇത് മെൻസസ് ആയ സ്ത്രീകൾക്ക് വരെ ജപിക്കാന്ന് പറയുന്നത്. കാരണം ഒരു അശുദ്ധി പോലെ അതൊന്നുമില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഭഗവാന്റെ പ്രത്യേകത അതാണ്. കാരണം ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചാലും വേണം നമുക്ക് മോക്ഷം കിട്ടുക. അതൊക്കെ ഈ ഓം നമോ നാരായണ അഷ്ടാക്ഷരി ഇല്ലാത്തൊരു സംഭവം ഈ ലോകത്തില്ല. അതാണ്. മോക്ഷം കൊടുക്കണമെങ്കിൽ അത് വേണം. അതാണ് അതിന്റെ പ്രത്യേകത. ഈ ഒരു കാലഘട്ടത്തിൽ അഷ്ടാക്ഷരിക്ക് ഭയങ്കര പ്രാധാന്യം. ആ പ്രാധാന്യം കൊണ്ടാണ് ആ ഗുരുവായൂർ ഇത്രയും ആൾക്കാർ നിറഞ്ഞു തുളുമ്പുന്നത്. അവിടെ അങ്ങനെ ഒരു ഒഴിവില്ലല്ലോ. ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ വരുന്നോണ്ടിരിക്കുകയാണ്. അതാണ് ഭഗവാന്റെ പ്രത്യേകത. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, എൻ്റെ പേഴ്സണലുള്ള കാര്യം പറയട്ടോ, മറ്റുള്ളവരത് നമുക്ക് പറയാൻ ആളല്ല. ഓം നമോ നാരായണ എന്ന അഷ്ടാക്ഷരി തന്നെയാണ് ഏറ്റവും വലിയ സർവശക്തൻ എന്നാണ് എൻ്റെ വിശ്വാസം. അതാണ്. എന്ന് വിചാരിച്ചിട്ട് പഞ്ചാക്ഷരി മോശമെന്നില്ല. പഞ്ചാക്ഷരീൻ്റെ നേടാൻ പറ്റുന്ന സംഗതികളൊക്കെ ഉണ്ട്. ഇപ്പൊ ധൈര്യം വേണമെങ്കിലും പഞ്ചാക്ഷരി വേണം. നമുക്കൊരു ആപത്ത്, അതൊക്കെ പഞ്ചാക്ഷരി ജപിക്കാം, ഒന്നും കുഴപ്പമില്ല. പക്ഷേ അതിനേക്കാൾ വലുതാണ് നമ്മളിത്. ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും പഞ്ചാക്ഷരി മന്ത്രവും അഷ്ടാക്ഷരി മന്ത്രവും ഒക്കെ ജപിച്ച് ഒരു മനസ്സിന് ധൈര്യം ഉണ്ട്. അത് സ്ഥിരമായിട്ട് നമ്മളത് ജപിച്ചോണ്ടിരുന്നാൽ ആൾക്ക് നല്ല മാനസിക പവർ വരും. എന്തിനും ഏതിനും എൻ്റെ കൂടെ ഭഗവാന്റെ ഒരു തോന്നൽ വരും. നമ്മൾ ഒറ്റയ്ക്കല്ല, ഭഗവാൻ കൂടെ ഉണ്ട്, പിന്നെ എന്തിനു പേടിക്കണം എന്നൊരു അർത്ഥത്തിലേക്ക് നമ്മൾ വന്നു ചേരും. അതാണ് ഈ ഭഗവാന്റെ നാമത്തിന്റെ പ്രത്യേകത. അതാണ് നാമം ജപിക്കണം എന്ന് പറയുന്നത്. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.